പുത്തൻ വീട്ടിലെത്താൻ തോന്നി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. ഫരത്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നുപോയി. ഫരത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഫരത്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് വീട്ടിൽ കയറി. എന്താ മോനി, എന്താ പറ്റിയേ? മോന്റെ ഭാവം കണ്ട് ശ്യാമള വെപ്രാളത്തോട് ചോദിച്ചു. അമ്മ കാരണം ഒരു പാവം പെണ്ണ് മരിക്കാൻ കിടക്കുന്നു. ആ പെണ്ണിന് വെറുതെ ആഗ്രഹം കൊടുത്തത് ഞാനാ. വെറുതെ മോഹം കൊടുത്തു. എൻ്റെ അമ്മ എൻ്റെ ഇഷ്ടം എതിർക്കില്ല എന്ന വിശ്വാസത്തിൽ. പക്ഷെ ഒരുത്തൻ കടിച്ചുകൂപ്പിയ പെണ്ണിനെ തന്നെ മോന് വേണം എന്ന് പറഞ്ഞു. പ്രാണനായി കൊണ്ടു നടന്ന എൻ്റെ പെണ്ണിൻ്റെ പ്രണയം പോലും കാണാതെ, അല്ല മനഃപൂർവ്വം അവളുടെ മുന്നിൽ എൻ്റെ കണ്ണിനെ അടച്ചു. എന്തിനു വേണ്ടി? അമ്മയുടെ വാക്കിനു വേണ്ടി. പക്ഷെ അവൾ തറവാടിയാ. എൻ്റെ പെണ്ണായി ലോകത്തിൽ നിന്ന് വിട പറയാൻ തീരുമാനിച്ചു. അമ്മേ, ഒന്നോർത്തോ, നിങ്ങളുടെ ദൈവങ്ങളുടെ മുന്നിൽ ഉരുകി പ്രാർത്ഥിച്ചോ. ഒരുപക്ഷെ എൻ്റെ ജാസ്മിൻ മരിച്ചാൽ ഈ ഫരത്തും പോകും അവളുടെ അടുത്തേക്ക്. അതോർത്തോ. ഫരത്ത് പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി കതകിനെ വലിച്ചടച്ചു. ശ്യാമള ഒന്നും മിണ്ടാനാകാതെ നിന്നു. ഹോസ്പിറ്റലിൽ ജാസ്മിൻ അപകടനില തരണം ചെയ്തു. ബോധം വരുമ്പോൾ പോയി കാണാം. സമയത്തിന് ബ്ലഡ് എന്നതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റി. ചിരിയോടെ ഡോക്ടർ പറഞ്ഞുകൊണ്ടുപോയി. എല്ലാവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്ന് നോക്കുന്ന ആൽബിയെ കണ്ട് ആര്യൻ അടുത്തുപോയി. ആൽബി ദൂരെ നോക്കിയിരുന്നു. അച്ചായ, ആര്യൻ ആദ്യമായി ബഹുമാനത്തോട് വിളിച്ചു. ആൽബിയുടെ കണ്ണുകൾ ആര്യനെ നോക്കി. എല്ലാ കാര്യങ്ങളും അമ്മച്ചിയോട് പറയാം. എല്ലാം എൻ്റെ മാത്രം തെറ്റാണെന്ന്. അച്ചായ പാവമാന്ന് ഏറ്റുപറയാൻ പോവാ. അർഹതയില്ല, എന്നാലും മാപ്പ്. ഒന്നും അറിയാതെയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. മനഃപൂർവ്വമായിരുന്നു. പെണ്ണിനോടും പൊന്നിനോടുമുള്ള ആർത്തി തന്നെ. ആര്യൻ കുറ്റബോധത്തോട് പറഞ്ഞു. ആൽബി ഒന്നും മിണ്ടാതെ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചിരിയോടെ പോയി. ജാസ്മിൻ ഡിസ്ചാർജായി പുത്തൻ വീട്ടിൽ വന്നു. ആരും ജാസ്മിനോട് ഒന്നും ചോദിച്ചില്ല. ചോദിക്കാൻ റീത്താമ്മച്ചി വിട്ടില്ല. ഒരു രാത്രി ജാസ്മിൻ ഭരത്തിന്റെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയുന്നത് റീത്താമ്മച്ചി കണ്ടു. മോളെ, റീത്താമ്മയുടെ വിളി കേട്ടു. ഞെട്ടലോടെ ജാസ്മിൻ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. റീത്താമ്മച്ചി ഫോട്ടോ എടുത്തു നോക്കി. ജാസ്മിൻ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇതാണല്ലേ നിന്റെ വേദനയുടെ കാരണം? ഇതാണല്ലേ നിന്റെ കണ്ണുനീരിന്റെ കാരണം? റീത്താമ്മ ഫോട്ടോ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അമ്മച്ചി. ജാസ്മിൻ പൊട്ടിക്കരച്ചിലൂടെ റീത്താമ്മയെ കെട്ടിപ്പിടിച്ചു. റീത്താമ്മച്ചി ഒന്നും മിണ്ടാതെ നിന്നു. മറക്കാൻ പറ്റുന്നില്ല, സ്നേഹിച്ചു പോയി അമ്മച്ചി, ഏങ്ങലോടെ ജാസ്മിൻ പറഞ്ഞു. റീത്താമ്മച്ചി അപ്പോഴും ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു. പിറ്റേ ദിവസം റീത്താമ്മച്ചി ആരോടും പറയാതെ പുറത്തുപോയി. അതേസമയം ഗീത പഴയതുപോലെയായി തന്റെ കുടുംബത്തിലോട്ട് പോയി. അച്ഛാ, ഗീത വിളിച്ചു. എന്താ, ആരെ കാണാൻ വന്നതാ? ഗൗരവത്തിൽ നന്ദൻ ചോദിച്ചു. ഏട്ടാ, പേടിയോടെ ഗീതയുടെ അമ്മ വിളിച്ചു. രൂക്ഷമായി നന്ദൻ അവരെ നോക്കി. അവർ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. പണ്ടേ നീ എടുത്തുചാട്ടക്കാരിയാ. ഞാൻ പറയുന്നതൊന്ന്, നീ ചെയ്യുന്നത് മറ്റൊന്ന്. സ്കൂട്ടി മേടിച്ചു തന്നപ്പോൾ ബുള്ളറ്റ് ചോദിച്ചു. ഡോക്ടറിനെ പഠിക്കെന്ന് പറഞ്ഞപ്പോൾ പോലീസാകണം എന്ന വാശി. ഞാൻ പറഞ്ഞതൊന്നുപോലും നീ കേട്ടില്ല. അവസാനം പോലീസായി. നാടിനു വേണ്ടി നീ ജീവിച്ചോ? ഇല്ല. ഏതോ ഒരുത്തന്റെ പണം കണ്ടപ്പോൾ നിന്റെ സ്വപ്നം, അഭിമാനം എല്ലാം അടിയറ വെച്ചു. ഞാൻ പറഞ്ഞതൊന്നെങ്കിലും നീ കേട്ടെങ്കിൽ നീ ഇന്നിങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു. നന്ദൻ അമർഷത്തോടെ പറഞ്ഞു. വിധീനെ പഠിക്കില്ല. എല്ലാം എൻ്റെ മാത്രം തെറ്റാണച്ചാ. ക്ഷമിക്കണം എന്നൊന്നും പറയില്ല. അറിഞ്ഞ് മനഃപൂർവ്വം ചെയ്തു പോയ തെറ്റാണ്. അനുഗ്രഹിക്കണോ എന്നെ? ഗീത പറഞ്ഞുകൊണ്ട് കാലിൽ വീണു. നന്ദൻ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചിരുന്നു. ഗീത ചിരിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരികെ നടന്നു. മോളെ, ആ അമ്മ വിളിച്ചും വിളി കേൾക്കാതെ ഗീത നടന്നകന്നു. റീത്താമ്മച്ചി ബാലന്റെ വീട്ടിൽ പോയി. എല്ലാവരും മൗനമായി നിന്നു. ലച്ചു, അവളുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ തറവാട്ടിലെ വംശമാണ്. ആ അവളെ എങ്ങനെ വേറെ കെട്ടിച്ചോടും? റീത്താമ്മച്ചി ചോദിച്ചു. എൻ്റെ മോളുടെ ജീവിതം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് പോവാം, ബാലൻ ഗൗരവത്തിൽ പറഞ്ഞു.
ആയിക്കോട്ടെ, അവളുടെ വയറ്റിൽ വളരുന്നത് ഞങ്ങളുടെ കൊച്ചാ. അതിന് എന്ത് മറുപടിയാണ് തരാൻ പോകുന്നത്? റീത്താമ്മച്ചി ബാലനെ നോക്കി ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ ലച്ചുവിനെ കൊണ്ടുപോകുന്നു എൻ്റെ മരുമകളായിട്ട്. അവൾ എൻ്റെ വീട്ടിൽ ജീവിക്കും, എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട്, റീത്താമ്മച്ചി ഉറപ്പിച്ചു പറഞ്ഞു. അതിന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കൽ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം തകർത്തതുപോലെ ഇനിയും തകർക്കാൻ നോക്കുന്നു, ബാലൻ രോഷത്തോടെ ചോദിച്ചു. ആ സമയം മുറ്റത്തിൽ കാർ വന്ന് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. കാറിൽ നിന്ന് ഭരത്തും ശ്യാമള ഇറങ്ങി. രണ്ടുപേരും അകത്തു വന്നതും മുന്നിൽ റീത്താമ്മച്ചയെ കണ്ട് ഭരത്ത് വഹിച്ചു. ഇതാ എൻ്റെ മോളെ കെട്ടാൻ പോകുന്ന ചെക്കൻ, ബാലൻ ഭരത്തിന്റെ അടുത്തൊന്ന് പറഞ്ഞു. ഭരത്ത് ഒന്നും മിണ്ടാതെ ശ്യാമളയെ നോക്കി. ആണോ ഭരത്തി, നിനക്ക് പുത്തൻ വീട് മരുമകളെയാണോ വേണ്ടത്, അതോ പുത്തൻ വീട്ടിലെ പുത്രിയാണോ വേണ്ടത്? റീത്താമ്മച്ചി ചോദിച്ചതും ഭരത്ത് വിശ്വാസം വരാത്തവനെ പോലെ നോക്കി. പറയടോ, നിനക്കെൻ്റെ മോളെ വേണോ അതോ എൻ്റെ വീട്ടിലെ മരുമകളെ വേണോ? അമ്മച്ചി ഭരത്ത് ഇടർച്ചയോടെ വിളിച്ചു. ബാലൻ ഞെട്ടലോടെ ലച്ചുവിനെ നോക്കി. ലച്ചു ഒന്നും മിണ്ടാതെ നിന്നു. ഏട്ടാ, മാപ്പ്. എൻ്റെ മോന് ലച്ചുവിന് ഇഷ്ടമില്ല. എൻ്റെ വാശി കാരണം എൻ്റെ മോൻ സമ്മതിച്ചു. അതുകൊണ്ട് നഷ്ടമാകാൻ പോയത് ഒരു കൊച്ചിൻ്റെ ജീവനാണ്. ഈ കല്യാണം നടക്കില്ലെന്ന് പറയാൻ വന്നത് ഞങ്ങൾ, ശ്യാമള പറഞ്ഞു. ബാലൻ തകർന്ന് കസേരയിലിരുന്നു. ബാലന്റെ കണ്ണുകൾ നിറഞ്ഞു. മാമ, ഒരിക്കൽ പ്രണയത്തിന്റെ ചതി ഏറെ അറിഞ്ഞവനാണ് ഈ ഞാൻ. ആ ഞാൻ ഒരു പാവം കൊച്ചിന് മോൻ കൊടുത്തു. ചതിക്കാനാകില്ല എനിക്ക്. എൻ്റെ ജാസ്മിൻ, അവളില്ലാതെ മറ്റൊരു പെണ്ണ് എനിക്കില്ല. എൻ്റെ സ്വപ്നം, എൻ്റെ സന്തോഷം എല്ലാം എനിക്ക് അവളാണ്. മാപ്പ്, ഭരത്ത് ഇടർച്ചയോടെ പറഞ്ഞു. റീത്താമ്മച്ചി ചിരിയോടെ ഭരത്തിന്റെ അടുത്ത് പോയി. മോനെ, പഴയ റീത്താമ്മച്ചിയാണെങ്കിൽ ഈ കാര്യം അറിയുന്ന നിമിഷം ജാസ്മിൻ കുഴിമാടത്തിലായേനി. പക്ഷേ ഈ റീത്താമ്മച്ചി പുതിയൊരു അമ്മച്ചിയാണ്. പതിയെ മനസ്സിലാകും. എൻ്റെ മോൾ നിനക്ക് വേണ്ടി മരിക്കാൻ നിന്നവളാ. ഈ കൈകളിൽ ഏൽപ്പിക്കുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ചിരിയോടെ റീത്താമ്മച്ചി പറഞ്ഞു. ഭരത്ത് ചിരിയോടെ റീത്താമ്മയെ നോക്കി. ബാലൻ തലവും വിട്ടിരുന്നു. മോളെ ലച്ചു, ഇനി നിനക്ക് തീരുമാനിക്കാം, ഇവിടെ നിൽക്കണോ അതോ പുത്തൻ വീട്ടിൽ നിൽക്കണോ എന്ന്. റീത്താമ്മച്ചി ലച്ചുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ലച്ചു എല്ലാരെയും നോക്കി. ബാലൻ തകർന്നിരിക്കുന്നു. ഒന്നും പറയാനാകാതെ അമ്മ നിൽക്കുന്നു. ഞാൻ വരാം അമ്മേ, ലച്ചു ഇടർച്ചയോടെ പറഞ്ഞു. ബാലൻ തകർച്ചയോടെ ലച്ചുവിനെ നോക്കി. ഇതാണപ്പാ ശരി. എൻ്റെ കൊച്ചിൻ്റെ തന്തയുടെ വീട്ടിലല്ലയോ ഞാൻ നിൽക്കേണ്ടത്. ഭരത്തേട്ടൻ ജാസ്മിനെ പ്രണയിക്കുന്നു എന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ നിങ്ങളോട് പറയേണ്ട ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മൗനമായി. ഞാൻ ചെയ്തു പോയ തെറ്റിന് എന്തിനാപ്പാ ഏട്ടനെ ക്രൂശിക്കുന്നേ? ആ മനുഷ്യന്റെ പ്രണയത്തിനെ ഞാനല്ലയോ പുച്ഛിച്ചത്? എന്ത് അർഹതയാണപ്പാ എനിക്കുള്ളത് ഭരത്തേട്ടന്റെ ഭാര്യയാകുവാൻ? ബാലന്റെ അടുത്തൊന്നും മെല്ലെ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു. ബാലൻ നിറയുന്ന കണ്ണോടെ ലച്ചുവിനെ നോക്കി. ഇതല്ലേ ശരി? എൻ്റെ കൊച്ചു പുത്തൻ വീട്ടിലല്ലയോ വളരേണ്ടത്? അനുഗ്രഹിക്കണോ അപ്പാ? ഈ മോളെ ശപിക്കരുത്. ഞാൻ ചെയ്ത തെറ്റിന് ഒരു ആയുസിന്റെ വേദന അനുഭവിച്ചു. ഇനി അപ്പയുടെ ശാപവും മേടിക്കാൻ പറ്റില്ല അപ്പാ. ലച്ചു ആ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. മോളെ, ബാലൻ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ച് കണ്ണുകൾ തുടച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ റീത്താമ്മച്ചിയുടെ കൈകളിൽ കൊടുത്തു. എൻ്റെ മോള് എൻ്റെ വീട്ടിൽ അന്തസ്ഥായി ജീവിക്കും. ഇവളിനി എൻ്റെ വീട്ടിലെ മകളാണ്, റീത്താമ്മച്ചി ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും നിറഞ്ഞ കണ്ണോടെ നോക്കിയിരുന്നു. പുത്തൻ വീട്ടിൽ റീത്താമ്മച്ചി ലച്ചുവിനെ കൊണ്ടുവന്നു. കൂടെ ഭരത്തും. മോനെ, നീ മോളെ പോയി നോക്ക്, ചിരിയുടെ റീത്താമ്മച്ചി ഭരത്തിനോട് പറഞ്ഞു. ഭരത്ത് ചിരിയുടെ ജാസ്മിൻ്റെ അടുത്ത് പോയി. കട്ടിലിൽ ജാസ്മിൻ കണ്ണുകളടച്ച് ഉറങ്ങിക്കിടക്കുന്നത് കൗതുകത്തോടെ ഭരത്ത് നോക്കി. പാവം എൻ്റെ പെണ്ണ്, ചിരിയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭരത്ത് അവളുടെ അടുത്തിരുന്നു. ഭരത്തിന്റെ സാമീപ്യം ഉണർന്ന ജാസ്മിൻ കണ്ണുകൾ തുറന്നു. മുന്നിൽ ഭരത്തിനെ കണ്ടതും ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു. ജാസ്മിൻ, ഭരത്ത് വിളിച്ചതും ജാസ്മിൻ ഭരത്തിന്റെ കവിളിൽ ഓങ്ങിയടിച്ചു. ഭരത്ത് കവിളിൽ പിടിച്ചുകൊണ്ട് ചിരിയോടെ ജാസ്മിനെ നോക്കി. ഇറങ്ങിപ്പോ, കാണണ്ട, പോ, ഇറങ്ങിപ്പോ, ജാസ്മിൻ അലറിക്കൊണ്ട് പറഞ്ഞു. ഭരത്ത് അവളെ തന്നോട് ചേർത്ത് പിടിക്കാൻ നോക്കി.
വേണ്ട, എനിക്ക് വേണ്ട. ഒരുപാട് കരഞ്ഞു, ഒരുപാട് കാത്തിരുന്നു, അപ്പോഴൊന്നും വന്നില്ല. ഇപ്പോൾ എന്തിനാ വന്നത്? എനിക്ക് വേണ്ട, കാണണ്ട. ജാസ്മിൻ പിന്നെ അലറി. ശരിയാ, വന്നില്ല, കണ്ടില്ല. പക്ഷേ എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമായിരുന്നു. നീയില്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ടെന്ന് വാശിയോടെ ഞാനും പറഞ്ഞു. നിന്നെ മനഃപൂർവ്വം മറന്നതല്ല. മറക്കാൻ എനിക്കാകുമോ പെണ്ണി? നീ എൻ്റെ ഇടനെഞ്ചിൽ തുടുപ്പല്ലേ? ഭരത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ എന്നെ കരയിപ്പിച്ചത്? ജാസ്മിൻ ആവേശത്തോടെ ചോദിച്ചു. അമ്മയുടെ സന്തോഷം, അതിനുവേണ്ടി. ആ കണ്ണുനീരിൻ്റെ മുന്നിൽ എൻ്റെ പ്രണയം ഞാൻ മറന്നു. എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് പൊരുതി ജീവിച്ച ഒരു പാവം സ്ത്രീയാണ് എൻ്റെ അമ്മ. വിവാഹം എന്ന സ്വപ്നം എനിക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ച് ഇന്ന് കന്യകയോടെ ജീവിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഭരത് പറഞ്ഞതും ജാസ്മിൻ ഞെട്ടലോടെ ഭരത്തിനെ നോക്കി. അതെ, എൻ്റെ അമ്മയ്ക്ക് എന്നെ കിട്ടിയത് ഒരു കുളക്കടവിൽ നിന്നാണ്. ആരോ പ്രസവിച്ച് ഉപേക്ഷിച്ച എന്നെ നെഞ്ചോട് ചേർത്ത് വീട്ടിലോട്ട് ഓടുന്ന ഒരു 20 വയസ്സുകാരി. മാമൻ അടികൊടുത്തും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞും എന്നെ ആ കയ്യിൽ നിന്ന് പിടിവിട്ടില്ല, മുറുകെ പിടിച്ചു. ഈ കുഞ്ഞുമായി ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് മാമൻ പറഞ്ഞതും എന്നെയും കൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങി. അന്നു തൊട്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ജീവിക്കായിരുന്നു. അതിനിടയിൽ ആരൊക്കെ വന്ന് എന്നെ കളയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒറ്റ മറുപടിയായിരുന്നു, എൻ്റെ മോൻ, ഞാൻ പ്രസവിച്ച മോൻ, അവൻ എവിടെ കൊണ്ട് കളയാനാണ് പറയുന്നത്? കാലങ്ങളേറെയായി, എല്ലാവരും മറന്നു. ഞാനും അമ്മയുടെ മോനായി വളർന്നു. ലോകം അംഗീകരിച്ചു. കുടുംബക്കാർ അകൽച്ച കാണിച്ചെങ്കിലും പതിയെ അവർക്കും ഞാൻ പ്രിയപ്പെട്ടനായി മാറി. ഇനി പറയേ, എൻ്റെ അമ്മയുടെ സന്തോഷം കാണാതിരിക്കാൻ എനിക്കാവുമോ? ഇടർച്ചോട് പരത്തി ചോദിച്ചു. ഏട്ടൻ ചെയ്തതാണ് ശരി. ഇതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ ഞാൻ വഴിമാറി തരുമായിരുന്നല്ലോ. ഭരത് ജാസ്മിനെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ ചുംബിച്ചു. ആര്യൻ തന്റെ തെറ്റിനെ തിരുത്താൻ വളർത്തമ്മയെ കാണാൻ കണ്ണൂരിലോട്ട് യാത്രയായി. കഥ അവസാന ഘട്ടത്തിലോട്ട്. വർഷ ക്ഷമിക്കുമോ? ആര്യൻ ശരിക്കും നന്നായോ? ലച്ചുവിനെ ആര്യൻ കെട്ടുമോ? നാളെ ക്ലൈമാക്സ്. കാത്തിരിക്കാം. തുടരും.